ഹലോ മച്ചാമരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് ഡബിൾ ടു ഡബിളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ മച്ചാരെ, DC മൂവി നമ്മുടെ ലോകേഷ് കനകരാജ് ആദ്യമായിട്ട് ഡയറക്ടർ എന്ന രീതിയിൽ മാത്രമേ നമ്മൾ ആ ടൈറ്റിൽ കഴിക്കേണ്ടുള്ളൂ. ഡയറക്ടർ ബൈ ലോകേഷ് കനകരാജ് എന്നൊക്കെ പറഞ്ഞേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് ആക്ടറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതില് എന്റെ പോയിന്റ് സത്യം പറഞ്ഞ പടത്തിന് ഒരു എക്സ്പെക്ടേഷനും ഒരു ഇതില്ല. പിന്നെ എന്താണ്, അരുൺ മാതേശ്വരാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലോക്കി, സാനിക്കായുധം, പിന്നെ ക്യാപ്റ്റൻ മിന്നർ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. പക്ഷേ ഞാൻ അതേ സെയിം പ്ലോട്ടിൽ വന്ന ഒരു കഥയും കൂടിയാണ്. അതായത് മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സിനിമകളിലുള്ള എല്ലാ സിനിമ വെച്ച് നോക്കിയാൽ മെയിൻ ആയിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻസ് നിറച്ചിട്ടുള്ള മൂവി ആയിരിക്കും. പൊന്നു മച്ചാന്മാരെ, ഇതെന്താ പറയാ, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരു സീൻ ഉണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിന്ന് ഒരു നമ്മുടെ ലോകേഷിന്റെ സ്ക്രീൻ പ്രസൻസ്, എന്റെ പൊന്നു വെച്ചാൽ മതി, ഒരു രക്ഷയില്ല. കിടിലെന്ന് വെച്ചാൽ കിടില്. ഇത് ബ്രൂട്ടൽ വയലൻസ് സീനാണ്. അത് 18+ മൂവിയാണ്. അതായത് കൊച്ചു കുട്ടികളെയും പിന്നെ ഓവറായിട്ടുള്ള പ്രായമുള്ള വ്യക്തികളെയും കാണിക്കാണ്ട് ചിലപ്പോൾ അതൊക്കെ വർക്കായാല. പക്ഷെ ഇത് 2K 90s കിഡ്സ് അല്ലെങ്കിൽ 2K കിഡ്സ്, ജെൻസി കിഡ്സ് അങ്ങനെയുള്ള ടീംസിനെ മാത്രമേ കൂടുതൽ ഇത് വർക്ക് ആവുള്ളൂ. ഈ സിനിമ അങ്ങനത്തെ ടൈപ്പ് ഒരു അങ്ങനത്തെ ഒരു റിലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു മൂവിയാണിത്. പിന്നെ പറയാനുള്ളത്, ഇതിൽ ലോകേഷിന്റെ ബീജിയം സത്യം പറഞ്ഞാൽ നമ്മളെ എന്നൊക്കെ പറഞ്ഞ ആ ബീജമത്തല്ല കേട്ടിട്ടുള്ളൂ. പക്ഷെ അതൊന്നും അല്ല, അതിനൊക്കെ അപ്പുറം നിൽക്കണ ഇതിലും ബീജമത്തും കാര്യങ്ങളൊക്കെ അത് അവർ പുറത്താക്കിയിട്ടില്ല. പക്ഷെ ഇതിന്റെ അകത്ത് ഉണ്ട്. എന്റെ പോലെ ഓരോ സീനും കഴിഞ്ഞപ്പോ നമ്മൾ അടുത്ത എന്താണ് നമ്മളെ ഒരു ആകാംക്ഷ ഉണ്ടല്ല. ആ ഒരു ആ ഒരു ടൈപ്പ് ഒരു അവസ്ഥ ഗുണമാക്കുന്ന ടൈപ്പ് ഒരു മൂവീസ് ഒക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ട് സത്യം പറഞ്ഞ കാലം കുറെ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ സമ്മാനിക്കുന്നത്. എന്താ പറയാ, ഇത് ആദ്യം തന്നെ പടത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെ ഒരു ഡീറ്റെയിലായിട്ട് പറഞ്ഞേക്കാം. ഡയറക്ടർ ബൈ അരുൺ മാതേശ്വരൻ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റിംഗും അദ്ദേഹം തന്നെ അരുൺ മാതേശ്വരൻ, അരുൺ രാജൻ എന്നൊക്കെ പറഞ്ഞ വേറെ വ്യക്തികളും കൂടിയാണ് പടം റൈറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസർ ബൈ കലാനിധി മാരൻ. അതായത് നമ്മുടെ സൺ പിക്ചേഴ്സ് പ്രസൻസ് ആണ് പടം റിലീസ് ചെയ്യാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാസ്റ്റ് ലോകേഷ് കനരാജ്, വാമിക ഗഡ്ഗെ, നമ്മുടെ ഗോദ മൂവിയിലെ അതാണ് ഗോദയാണെന്ന് സത്യം പറഞ്ഞാൽ ആ നടിയുടെ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞു. അതിന്റെ നായികയായിട്ട് പിന്നെ വാമിക, പിന്നെ സഞ്ജന എന്ന് പറഞ്ഞ ഒരു തമിഴ് ആക്ടർ. അത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു നടിയുടെ ഒരു സിനിമ പറയാനാണെങ്കിൽ റീസെന്റ് ഇറങ്ങിയ മറ്റേ പരിമളം കോയിലി ജയറാമിന്റെ ഒരു മൂത്ത മോളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ നടിയാണ്. അങ്ങനെയൊക്കെയാണ് പടത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ. ബാക്കി എല്ലാവരും പേര് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നും ഇല്ല. പിന്നെ കമ്പോസ്ഡ് ബൈ അനിരുദ്ധ് രവിചന്ദ്രൻ. പിന്നെ മ്യൂസിക് എന്ന് വെച്ചാൽ എന്താണ് ഇത്, എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു. നിങ്ങൾക്കാട്ട് തകർത്തു എന്ന് പറഞ്ഞു. അത് അവസാനം സത്യം പറഞ്ഞ അനിരുദ്ധിന്റെ ഇത്രയും കിടിലം ബീജമാന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പടത്തിൽ വന്നിരിക്കണം മുഴുനീള സോങ് ആയിട്ടില്ല, മൊത്തം ബീജമായിട്ടാണ് പോലും കൊടുത്തിരിക്കണം, പ്ലേസ് ചെയ്യണം. പക്ഷെ അങ്ങനെ വന്ന് നോക്കുമ്പോ ഒരു കിടിലൻ ഫുള്ള് ഇറങ്ങിയ എല്ലാ ബീജമും കേട്ടതും എല്ലാ ബീജമും എല്ലാം അടിപൊളി എന്ന് പറഞ്ഞ് അനിരുദ്ധിന്റെ അവസാനം ഇറങ്ങിയ എനിക്ക് ജയിലർ കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടാണ്. ഫുള്ള് അല്ലെ, 1-2 ബീജം മാത്രം അറിയാറില്ല, എല്ലാം ഇറങ്ങി എല്ലാം കിടിലൻ ബീജം. പിന്നെ ആർട്ട് കണ്ണനസ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് അരുൺ മാതേശ്വരൻ. എടി ഇയാളെ എല്ലാ മേഖലയും കൈ വെച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂമാണ്, മേക്കപ്പ് വിനോദ് സുകുമാരൻ. അങ്ങനെയൊക്കെയാണ് പാടത്തിന്റെ ഈ ജനുവരി കാസ്റ്റ് ആൻഡ് ക്രൂ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വെച്ച് പോണത് മൊത്തത്തിൽ. പിന്നെ ഈ പടം സത്യം പറഞ്ഞ എങ്ങനെ ഇത് ഒരു നോർമലി നടക്കുന്ന ഗ്യാങ്സ്റ്ററും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു അങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇത് ഒരാളുടെ നമുക്ക് ഒരു കഥയായിട്ട് എങ്ങനെയുണ്ടെന്നൊരു ആ പടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കൊള്ളാം. അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് അല്ല, ഈ പടത്തിന്റെ മേക്കിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അടിപൊളി എന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. പക്ഷെ ഇത് സിനിമ എങ്ങനത്തെ കഥയായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് ഒരാൾ പറയാൻ നിൽക്കുമ്പോൾ കഥയായിട്ട് മനസ്സിൽ കിട്ടത്തില്ല. ആ ഒരു കഥ മേക്കിംഗ് രീതിയാണ് സത്യം പറഞ്ഞ സിനിമ ഉടനീളം മൊത്തം അത് കാഴ്ച വെച്ചിരിക്കുന്നത്. അതാണ് എനിക്ക് സത്യം പറഞ്ഞ അങ്ങനത്തെ ഒരു മൂവി ഒന്നുകൂടി വർക്കാൻ കാരണം അതാണ്. അത് നമുക്കിപ്പോ ഒരു കാണുന്നൊരു വ്യക്തി ആ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞിട്ട് ആ സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കഥ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ കിട്ടത്തില്ല മൈൻഡ്.
അതേപോലത്തെ ഒരു കഥ പശ്ചാത്തലാണ് വന്നത്. അയ്യോ അതൊരു വേറിട്ട ടൈപ്പ് ഒരു അടിപിടി ഗാങ്സ്റ്റർ അങ്ങനത്തെ ടൈപ്പ് നടക്കുന്ന ഒരു ചെറിയൊരു കഥയും പിന്നെ അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ ലോക്കിയുടെ സ്ക്രീൻ പ്രസൻസ് എല്ലാം കൂടി വെച്ചൊരു കിടിലം പടം. പിന്നെ അരുൺ മാതേശ്വരൻ, എന്റെ പൊന്നു ബ്രോ, നിങ്ങൾ ഇത് ഇറങ്ങി തിരിച്ചിരിക്കണം. നിങ്ങൾക്ക് ഈ ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻസ് സീൻ അല്ലാണ്ട് നിങ്ങൾ സിനിമ ചെയ്യലെന്ന് തീരുമാനിച്ചിരിക്കണം. എന്ത് പടാണ് ഇങ്ങനെ എടുത്തിരിക്കണം. ഇത് വയലൻസ് കൊടൂര വയലൻസ് ആണ്. അഥവാ കൊച്ചു പിള്ളേർക്കൊന്നും അല്ലെങ്കിൽ ചിലപ്പോ അത് കൊണ്ടുപോയിരിക്കണായിരിക്കും നല്ലത്. അവരെ എല്ലാരും പോയി കണ്ടു നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അടിപൊളി പടാ.